ഹലോ മലയാളീസ്, നമ്മള് അയോധ്യയിൽ നിന്ന് നമ്മൾ നേരെ പോണത് ഇനി ആഗ്രയിലേക്കാണ്. നമ്മൾ ഓൺ ദ വേ ആഗ്രയിലേക്ക് അയോധ്യയിൽ തിരിച്ചു. കുറച്ചായി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ചായി പുറത്ത് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ എത്രയും ടെമ്പറേച്ചർ 17. നല്ലൊക്കെ വിറക്കലായിരുന്നു. ഇവിടെ വന്ന് തണുപ്പൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞ നാളാ. ഇവിടെ വന്ന് പുള്ളി എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും ആക്റ്റീവായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതല്ല. നല്ല തണുപ്പാണ്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്യാം. ഞങ്ങൾക്ക് ഒരു ഇപ്പൊ 6:53 സീൻ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മളൊരു 1:43 ആകുമ്പോ എത്തും എന്നാണ് ഗൂഗിൾ അമ്മച്ചി പറയണത്. ബീച്ചിന്റെ സൈഡിലുള്ള തെങ്ങ് പോലെ ഓരോ സൈഡിലേക്ക് വളഞ്ഞിട്ടുള്ളത് കറക്റ്റ് ലൈറ്റ് സെന്ററിലാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. കറക്റ്റ് ഇവിടെ അങ്ങോട്ടേക്ക് അടിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ആഗ്ര നേരെ എക്സ്പ്രസ് വേ സ്റ്റാർട്ട്സ്. പിന്നെ അടിച്ചു വിട്ടു അല്ലേ? ഫുള്ളാട്ടാ സ്റ്റാർട്ട് ചെയ്തു. എക്സിറ്റ് കിലോമീറ്റർ 220 കിലോമീറ്റർ എന്നാ. നമ്മള് വന്ന സ്ഥലങ്ങൾ പോലെ തന്നെ ഈ റോഡുകളും ഭയങ്കര ഭംഗിയാ. വേറെ ഇൻപുട്ട് ഒന്നും വേണ്ട. വെറുതെ ക്രൂസ് കൺട്രോൾ വിട്ട് എങ്ങനെ ഇരുന്നാൽ മതി. സ്പീഡ് ഇപ്പൊ ഏകദേശം 100ന് മേലെ 115 ആ റേഞ്ചിലേക്കൊക്കെ ഉണ്ട്. ഇവിടേക്ക് ആ സ്പീഡ് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് ഈ വഴിയിൽ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതി. രണ്ട് കാലും ബ്രേക്ക് ചെയ്ത ആക്സിലേറ്ററിലും ഒക്കെ മാറ്റി വെച്ചേക്കാണ്. ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് കൈ ഇറങ്ങിയാൽ മാത്രം വെറുതെ പിടിച്ച് ഇങ്ങനെ ഇരുന്നാൽ നല്ല സുഖം കേട്ടോ. കണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയുള്ള വഴികളാണ് ഇതൊക്കെ. വഴി കുറച്ചങ്ങോട്ട് മാറി ഡിവൈഡ് ചെയ്ത് ഒരു വഴി ഇങ്ങനെ കണ്ടതാണ്. ഇത് എന്താന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഇത് എന്തെങ്കിലും അകത്തെന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ. ഇവിടെയാണ് ഇപ്പൊ നല്ല മഴയും കൂടിയാ. നല്ല മഴയുണ്ട്, ഇച്ചിരി ട്രാഫിക്കും ഉണ്ട്. നമുക്ക് പോകേണ്ട വഴി ഇതല്ല. ചുമ്മാ ഒന്ന് കണ്ടപ്പോ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. ഇത് പാർലമെന്റാ? നമുക്കൊരു സംശയമുണ്ട്, നമ്മൾ ലക്നൌവിലാണോ എന്ന്. ഇപ്പഴത്തെ കാണുന്ന എന്ത് സാധനമാണ് ഇങ്ങോട്ട് മനസ്സിലാവില്ല. ഒരു പിടുത്തം കിട്ടില്ല. ഇത് ഞങ്ങൾ പഠിച്ച പുസ്തകത്തിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെ റീസെന്റ് ആയിട്ട് പഠിച്ചത് കൊണ്ടാണോ? പക്ഷെ മപ്പ് സാരട്ടാ ഒന്നും പറയില്ല. നമുക്ക് ഇതിലത് കേറ്റോ ഇല്ലെന്ന് അറിയാട്ടാ. അപ്പൊ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് അംബേദ്കർ പാർക്ക്. ഇത് ലക്നൌവിലുള്ള അംബേദ്കർ പാർക്കാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഇതും അകത്ത് കയറാൻ പറ്റിയില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല രസം. നമ്മളിന്ന് ആഗ്ര എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ രാവിലെ നമ്മളിപ്പം ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങി വെളുപ്പിനെ ഇറങ്ങി പോയി ആഗ്രയിൽ പോയി ഫോട്ടോ ഒക്കെ എടുക്കണം, താജ്മഹലിൽ പോയി വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഇവര് രണ്ടുപേരും രാവിലെ എണീക്കൂല. അത് പിന്നെ എനിക്ക് അപ്പൊ നമ്മള് ഇപ്പൊ ആഗ്രയിലേക്ക് പോവാണ്. ഗോകുൽജി ഇത്രയും കൂടി തണുപ്പിൽ പോലും ഷർട്ടൊക്കെ തുറന്നിട്ട് തമിഴ് സിനിമയിൽ സൂര്യ അടക്കണ ഗോകുൽജി നെഞ്ചൊക്കെ കാണിച്ച് എന്നുള്ള രീതിയിലാണ് ഗോകുൽജി നടക്കുന്നത്. എത്ര തണുപ്പാണെങ്കിലും ഗോകുൽജി അതൊരു വിഷയമല്ല എന്നാണ് പറയണത്. അപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയ കടയില് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ താജ്മഹലിലേക്ക് പോകും. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു കുറച്ചു. അപ്പോൾ പുള്ളി പറയണത് ഇവിടെ ഇലക്ട്രിസിറ്റിയും ഒക്കെ പ്രൈവറ്റിൻ്റെ, അതും ഫുൾ എല്ലാ വയറിങ്ങും ഒക്കെ അണ്ടർഗ്രൗണ്ട്. ഇവിടെ അങ്ങനെ കറണ്ട് പോക്കില്ല. ഇതിൽ ജനറേറ്ററും സാധനങ്ങളും ഒക്കെ എടുത്ത് മാറ്റി. കറണ്ട് പോക്കില്ല. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ഉള്ള മഴ പെയ്ത് മരത്തിൻ്റെ ചില്ല വീണു പൊട്ടി വയറ് പൊട്ടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഫുൾ എല്ലാം അണ്ടർഗ്രൗണ്ടാണ്. എല്ലാം ഫുൾ അടിപൊളിയാണെന്ന് പുള്ളി പറഞ്ഞത്. പക്ഷെ നമ്മുടെ അവിടെ തന്നെക്കാട്ടും ചാർജ് യൂണിറ്റിന് കൂടുതലുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ എത്ര 4 രൂപ. കുടുംബത്തിനെ പറ്റി ഒന്നും അപ്പൊ നമ്മളിത് ഇങ്ങനത്തെ വണ്ടിയിലാണ് കേട്ടോ പോണേ. ഇവിടുന്ന് താജ്മഹലിലേക്ക് പോവാണ്. അവിടെ ഇതുപോലത്തെ കുറെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ താജ്മഹൽ
അടുത്ത് വരുമ്പോൾ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ടൂറിസ്റ്റ് ഗൈഡൊക്കെ കിട്ടണ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടൊരു സ്ഥലത്ത് നമ്മൾ എത്തുന്നു. അപ്പോൾ ഇത് ആഗ്ര ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ആണ് ഈ ചെറിയ ചെറിയ ബഗ്ഗി പോലത്തെ വണ്ടികൾ. ഈ വണ്ടികൾ നമ്മുടെ താജ്മഹലിലെ ഗേറ്റിൻ്റെ അടുത്ത് വരെ എത്തിക്കും. ഇവിടെ തന്നെ കുറേ ഗൈഡിലെ ആൾക്കാരുണ്ട്. അവർ നമ്മളത് 1800 പിന്നെ ചിലർ 1000 രൂപ ഇത് ഫുൾ താജ്മഹൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് തന്നെ മേടിക്കാം. അവരുടെ നോർമൽ ചാർജ് 1800 രൂപയാണ്. നമുക്ക് ഇപ്പോൾ 1000 രൂപയാണ് പറഞ്ഞത്. 1000 രൂപയ്ക്ക് പുള്ളി വന്ന് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്നാണ് ഇപ്പോൾ പുള്ളി പറഞ്ഞിരുന്നത്. പുള്ളി വന്ന അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. ജസ്റ്റ് കുറച്ച് സാഹസമൊക്കെ ചാടിക്കാറുണ്ട് വന്നു പൊട്ടി വർത്താനം പറഞ്ഞിരിക്കുക. എന്നിട്ട് നമ്മളിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ നേരത്തെ നമ്മുടെ ബഗ്ഗി ചേട്ടൻ വണ്ടി എടുത്തു. പെട്ടെന്ന് വിളിക്കാൻ വണ്ടി എടുത്തു. ഫാസ്റ്റായിട്ട് വണ്ടി എടുത്തു. ഇന്നാലും ചാടിയാണ് കയറിയത്. അല്ല ഇന്നാലും ഞാനൊക്കെ കുറച്ചുകൂടി ചാട്ട. ഇവിടെ ബഗ്ഗിക്കാരൻ കത്തിച്ചു വിട്ടാണ് പോണത്. നല്ല സ്പീഡുണ്ട്, അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോണത്. കുറെ പേരുണ്ട് കേട്ടോ നമ്മുടെ ഈ ബഗ്ഗിയില്. നമ്മുടെ നാട്ടിലെ ബഗ്ഗിയിൽ ഇത്ര സ്പേസിംഗ് ഉണ്ട് തോന്നുന്നു അല്ലേ? നാട്ടിലെ എവിടെ വേറെ ബഗ്ഗി ഉള്ളത്? അല്ലല്ല, ഹോസ്പിറ്റലിലൊക്കെ ബഗ്ഗി ആയാലും ആസ്ട്രലിലും അവിടെ എവിടെയൊക്കെ അല്ലേ ഉള്ളൂ. 4 പേർക്കൊക്കെ നല്ല വലിപ്പമുള്ള ബഗ്ഗിയാണ് ഇത്. ഇവിടെ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നതല്ലേ. പിന്നെ ഇവിടുത്തെ പോലീസുകാരൊക്കെ ഭയങ്കര കോപ്പറേറ്റീവാണ്. കാരണം ഞങ്ങളിപ്പോൾ ആദ്യം ഒരു റിക്ഷയിലാണ് കൊട്ടിയൊരു റിക്ഷയിലാണ് കയറിയത്. അപ്പോൾ അവർ തന്നെ വന്ന് പറഞ്ഞു ഈ റിക്ഷക്കാർ നിങ്ങളെ പറ്റിക്കും, ഇവിടെ റിക്ഷ പകുതി വഴി വരെ പോകത്തോളം നിങ്ങൾ അവിടെ ഇറക്കി വിടും, അതുകൊണ്ട് അവിടെ കയറുണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസുകാരെ തന്നെ റിക്ഷയിൽ നിന്ന് ഇറക്കി ഈ വണ്ടിയിൽ തന്നെ കൊണ്ട് കയറ്റിയത്. പോലീസുകാർ പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഈ വണ്ടി കയറിയത്. ഈ ചേട്ടനാണ് നമ്മുടെ ഗൈഡ്, മനോജ് നാട്ടുപുള്ളിയുടെ പേര്. ഈ ചേട്ടനാണ് നമ്മളുടെ ഗൈഡ്. ഈ ചേട്ടനാണ് നമ്മൾ ഇന്നിവിടെ എല്ലാം കൊണ്ട് കാണിക്കാൻ പോകുന്നത്. പുള്ളി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാന്നൊക്കെയാണ് പറഞ്ഞത്. എല്ലായിടത്തും നിറച്ച് ഷോപ്പുകളാണ്. ഈ കുല്ലറ്റ് ചായ എന്ന് പറഞ്ഞ സാധനം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അത് ഇതുപോലത്തെ മണ്ണിന്റെ പാത്രത്തിലുള്ള ചായയാണ് ഈ കുല്ലറ്റ് ചായ. ഇതാണ് നമ്മുടെ താജ്മഹലിനകത്ത് കയറാനുള്ള ടിക്കറ്റ്. അപ്പം ടിക്കറ്റ് 250 രൂപ ടിക്കറ്റിന്. അത് അകത്തൂടെ കയറാനുള്ള ഇതാണ്. 50 രൂപയുടെ ടിക്കറ്റും ഉണ്ട്. അത് അന്നേരം താഴെ മാത്രമേ നടന്ന് കാണാൻ പറ്റുള്ളൂ. മേളിലേക്കുള്ള ഭാഗത്ത് കയറാൻ പറ്റത്തില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ താജ്മഹലിൽ. പക്ഷെ എനിക്ക് ഓർമ്മ ഭയങ്കര കുഞ്ഞായിരുന്നപ്പോഴാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. തള്ളിലല്ല കേട്ടോ, ശരിക്കും നടന്ന കാര്യം കേട്ടോ. എന്നെ ഭയങ്കര കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ മമ്മി ഞങ്ങൾ എല്ലാവരോടും വന്നിട്ടുണ്ട്. പക്ഷെ അപ്പം എനിക്ക് ഭയങ്കര എന്താ പറയാ, നല്ല അത്രയും ഓർത്തിരിക്കുന്ന പ്രായത്തിലൊന്നും അല്ല, പക്ഷെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പ്രായമായി കഴിഞ്ഞാൽ ആദ്യമായിട്ടായിരുന്നു വെച്ചിട്ടുണ്ട്. ഏകദേശം 1900 മുതലാണ് ഇത് പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ചെയ്ത് തുടങ്ങിയത്. അതിന് മുന്നേ വരെ ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ ആകെ ജസ്റ്റ് ചെറിയ ആൾക്കാർ വന്ന് കണ്ടുപോകണം അങ്ങനത്തെ സംഗതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് ഇത് ഇങ്ങനെ വൃത്തിയാക്കിയെടുത്തതും. അതായത് ഇതിന് മുന്നത്തെ ഫോട്ടോകളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ കുറച്ച് ഫെയ്ഡായിട്ടാണ് ഇരുന്നിരുന്നത്. അതുപോലെ തന്നെ ഈ ഫോട്ടോ ഏകദേശം 2018 ആയപ്പോഴേക്കും ഇത് അവർ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തു. ഇത് ഇവർ വേറെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടൊന്നും അല്ല ക്ലീൻ ചെയ്യുന്നത്. മഡ് തെറാപ്പി, അതായത് നമ്മുടെയൊക്കെ മുഖം ക്ലീൻ ആക്കാൻ ഉപയോഗിക്കുന്ന മുൾട്ടാണി മിട്ടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സാധനം ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത്. ഇതിൻ്റെ ഈ മേൽവശം അത്ര ക്ലീൻ അല്ലാതിരിക്കുന്നതും കാണാം. അത് ഈ ആസിഡ് റെയിൻ ഇങ്ങനത്തെ കാര്യങ്ങളും പൊല്യൂഷനും ഒക്കെ കാരണമാണ് അവിടെ ക്ലീൻ ആവാതിരിക്കുന്നത്. ഈ ഭാഗമൊക്കെ അവരങ്ങനെ ക്ലീൻ ആക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് താജ്മഹലിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഗേറ്റ്, മെയിൻ ഗേറ്റ് ആണ്. ഇതിന് റോയൽ ഗേറ്റ് എന്നാണ് പറയുന്നതെന്ന്. റോയൽ ഗേറ്റ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെയൊക്കെ ഫുള്ള്. ബ്ലോഗർ ഇതിപ്പോൾ ഞാനെല്ലാം ചെയ്യേണ്ട അവസ്ഥയാണല്ലോ. നമുക്ക് വീഡിയോ എടുക്കണം എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഗേറ്റാണ് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഗേറ്റ്. ഈ ഗേറ്റ് ആയിരുന്നു ഇവിടുന്ന് വർക്കേഴ്സിനൊക്കെ പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള ഗേറ്റ്. 22 വർഷം എടുത്തിട്ടാണ് താജ്മഹൽ പണിത് തീർന്നതെന്നാണ് ഇവർ പറയുന്നത്. 22 വർഷവും 40,000 തൊഴിലാളികളും ജോലി ചെയ്തിട്ടാണ് ഈ താജ്മഹൽ ഇവിടെ പണിത് തീർന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന പൂവിൻ്റെ ഡിസൈനുള്ള സാധനങ്ങളൊക്കെ എല്ലാം ജസ്റ്റ് പെയിൻറ്റോ സാധനങ്ങളോ ഒന്നും മാത്രമല്ല, ജസ്റ്റ് ഡയമണ്ട്സും സാധനങ്ങളും ഒക്കെ വെച്ച് നല്ല ജെംസ് എല്ലാം വെച്ചിട്ട് ചെയ്തേക്കുന്നതാണെന്നാണ് ഇവർ പറയുന്നത്.
നല്ല ഫുൾ മൂൺ ലൈറ്റിലൊക്കെ ഈ ജംപ്സ് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യും എന്നവർ പറയുന്നത്. അത് ജസ്റ്റ് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പെയിൻറ്റിങ് ആണ്, പക്ഷേ പെയിൻറ്റിങ് അല്ല. നമ്മൾ ഈ റീൽസ് കാണുന്നവർക്ക് അറിയാമെങ്കിൽ നമ്മൾ ഈ ചില വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ടോമ്പിനകത്ത് നമ്മൾ കയറി ചെല്ലുമ്പോഴാണ് ആ താജ്മഹലിലെ ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതുവരെ ജീൻസും ടോപ്പ് ഇട്ട് നടന്നിരുന്നവള് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ചുരിദാറും അതിൻ്റെ മുകളിലൊരു ഷോള് ഇട്ടിട്ടൊക്കെയാണ് വന്നേക്കണത്. എന്തൊക്കെ കാണണം, ഇങ്ങനത്തെ വേഷം കെട്ട് കുറെ കാണേണ്ടി വരും ഇനിയിപ്പോൾ എല്ലാവരും. പാവം ഗോകുൽജി വീഡിയോ എടുത്ത് മടുത്തു. അപ്പോൾ ഈ ലൈൻ സ്ട്രെയിറ്റ് നമ്മുടെ താജ്മഹലിനെയും ബിൽഡിങ്ങിനെയും രണ്ടായിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലൈനിൽ കൂടെ നമ്മൾ സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാൽ ആ താജ്മഹൽ അവിടെ നിന്ന് വലുതായി വരുന്ന പോലെ കാണാൻ പറ്റുകയും ചെയ്യുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ഭയങ്കര അടുത്തായിട്ട് തോന്നും, അകത്തേക്ക് ചെല്ലുന്തോറും നല്ല ദൂരെയായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഷാജഹാന് ഒഫീഷ്യലായിട്ട് 3 ഭാര്യമാരുണ്ടെന്നായിരുന്നു പറഞ്ഞത്. അതിനകത്ത് 3ാമത്തെ ഭാര്യ മുംതാസിന് വേണ്ടിയാണ് ഷാജഹാൻ ഇതുപോലെ പണിതത്. എന്നാലും എനിക്ക് വേണ്ടി പണിയോ? ഇമ്മാലിന് പറയണേ, ഇമ്മാലില് 3ാമത്തെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇമ്മാലിന് പണിയുള്ളൂ. മറ്റേ സാധനം തന്നെ ചേട്ടായി എനിക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരുമെന്ന് ഇമ്മാതിരി വേഷം കെട്ടത് ഞാനില്ല കേട്ടോ. ഞാൻ പറയണത് ഇമ്മാലിന് ഇപ്പൊ ആ ഗൈഡിനെ മാത്രം മതി. ഗൈഡ് കിട്ടില്ല, എന്നെ ഗോകുൽജിനെ ഒഴിവാക്കി ഇമ്മാലില്. പുള്ളി പറഞ്ഞത് നമ്മളുടെ അടുത്ത് ഷാജഹാന് 3 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ മുംതാസിന് വേണ്ടിയിട്ട് 3ാമത്തെ ഭാര്യ മുംതാസിന് വേണ്ടിയിട്ടാണ് ഷാജഹാൻ ഇത്രയും മനോഹരമായ താജ്മഹൽ പണിതേക്കുന്നത്. അതിനു മുന്നേ ഉള്ള 2 ഭാര്യമാർക്ക് വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെ വേറെ 2 ടോപ്പ് പണിതിട്ടുണ്ട്. മുംതാസിനോടായിരുന്നു ഷാജഹാന് സ്നേഹം ഏറ്റവും കൂടുതലും. അതിനകത്ത് ഷാജഹാന് 14 കുട്ടികളുണ്ടായിരുന്നു. ആ കഥകളൊക്കെ പുള്ളി ഞങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഭയങ്കര എന്താ പറയുക, വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോയിലോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പുസ്തകത്തിലോ ഒന്നും കണ്ടിട്ട് കാര്യമില്ല. നേരിട്ട് വന്ന് അതിൻ്റെ ഭംഗി ശരിക്കും എത്ര ഫോണിൽ കണ്ടെന്ന് പറഞ്ഞത്, അതായത് നേരിട്ട് വന്ന് കണ്ണുകൊണ്ട് കണ്ടതിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ഇതിൽ പറയുന്നത് നോഭത്താന എന്നാണ്. ഇത് 2 സൈഡിലായിട്ടുണ്ട് താജ്മഹൽ. അത് മ്യൂസിക് ഗാലറിയാണ്. എന്നുവെച്ചാൽ നോഭത്താന മീൻസ് മ്യൂസിക് ഗാലറി എന്നാണ് ഇവർ പറയണത്. താജ്മഹലിൻ്റെ 2 സൈഡിലായിട്ട് ഈ നോഭത്താനയുണ്ട്. ഇതിൻ്റെ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ടോമ്പിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ നമുക്കൊരു സാധനം കാണാം. അത് ആർട്ട് ഗാലറിയാണ്. അത് ഈ ഷാജഹാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ പുറത്തുമുണ്ട്. പക്ഷെ അത് റൂംസായിട്ട് പണ്ട് ഈ താജ്മഹൽ കാണാൻ വന്നിട്ടിരുന്ന ആൾക്കാർ അതിൽ റൂംസായിട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് ഈ താജ്മഹലിൻ്റെ സൈഡിൽ കാണുന്ന ഈ സാധനങ്ങളൊക്കെ ഉണ്ടോ, ഇതും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് അതുപോലത്തെ ഒരെണ്ണം. അപ്പോൾ ഈ 2 സാധനവും ഏകദേശം 2.5 മീറ്റേഴ്സ് 2.5 ഡിഗ്രി ഇപ്പുറത്തേക്ക് ലെഫ്റ്റിലേക്ക് ചെരിച്ചാണ് പണിതേക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും എർത്ത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാലും ഈ സാധനങ്ങൾ, ഇത് വാച്ച് ടവേഴ്സാണിത്, ഈ വാച്ച് ടവേഴ്സ് എല്ലാം ഇപ്പുറത്തെ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മറിഞ്ഞ് വീഴാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. ഒരു കാരണവശാലും മെയിൻ ബിൽഡിങ്ങിന് ഒരു കോട്ടം തട്ടാത്ത രീതിയിലാണ് ഈ പണിത് വെച്ചേക്കുന്നതൊക്കെ. അപ്പോൾ അന്നത്തെ കാലത്തെ അവർ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള പണികളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്നത്തെ എഞ്ചിനീയർമാരെക്കാളും വലിയ ആൾക്കാരായിരുന്നു അന്നത്തേന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ ഈ താജ്മഹൽ വൈറ്റ് മാർബിളും കൊണ്ടാണ് പണിതേക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഈ മാർബിളിനെ പറയണത് മഖാന മാർബിൾ എന്നാണ്. ഈ മഖാന എന്ന് പറയുന്നത് രാജസ്ഥാനിൽ ഇതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്തെയാണ് മഖാന എന്ന് പറയുന്നത്. അവിടുന്ന് പണ്ടത്തെ കാലത്ത് ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ കുറവായതുകൊണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുകൊണ്ടിരുന്നത് അവിടുന്ന് അത്രയും മാർബിൾസ് കൊണ്ടുവന്നത് എലിഫൻറ്റ്, ഹോഴ്സ്, അതുപോലെ ക്യാമൽസ്, ഈ വക സാധനങ്ങളിൽ കൂടെയാണ് ഇത്ര രാജസ്ഥാനിൽ നിന്ന് ഇവിടെ വരെ ആഗ്ര വരെ ഈ മാർബിൾസ് അവർ എത്തിച്ചതെന്നാണ് പുള്ളി പറയുന്നത്. ഈ മാർബിളുകളൊക്കെ 1000 വർഷം വരെ ലാസ്റ്റ് ചെയ്യുമെന്നാണ് സ്റ്റഡീസ് പറയുന്നതെന്നാണ് പറയണത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെ ഇത് ലൈറ്റും ഇതൊന്നും അബ്സോർബ് ചെയ്യത്തില്ല, അതുകൊണ്ട് അത്രയും വർഷങ്ങൾ വരെ ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഫാബ് ഇവിടെ നിന്ന് ഷൂവിൻ്റെ കവറൊക്കെ ഇടുന്നുണ്ട്. ഈ കവറൊക്കെ ഇട്ടാൽ മാത്രമേ നമ്മളെ താജ്മഹലിൻ്റെ അകത്തേക്ക് കയറാൻ സമ്മതിക്കുള്ളൂ കേട്ടോ.
ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാതെ ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. കുറച്ചധികം നേരം ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും നമുക്ക്. എനിക്ക് ഇവിടെ വന്നിട്ടും വീഡിയോ എടുക്കാനും ഒന്നിനും തോന്നലായിരുന്നു. ഇങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ തോന്നായിരുന്നു, അത്രയ്ക്ക് ഭംഗിയത്. നമ്മൾ കയറുന്ന സ്റ്റെപ്പുകൾ ടോട്ടൽ 22 എണ്ണമുണ്ട്. കയറി പോകുന്നതാണ്. നമ്മളിപ്പോൾ കയറി വന്ന സ്റ്റെപ്പ് 22 ഉണ്ട്. അത് സിംബലൈസ് ചെയ്യുന്നത് നമ്മൾ 22 വർഷം കൊണ്ടാണ് ഈ താജ്മഹൽ പണിതേക്കുന്നതെന്നാണ് കേട്ടോ. ഇത് പെയിന്റിംഗ് ആണോ മാനു? പെയിന്റിംഗ് അല്ല, ഒന്നും പെയിന്റിംഗ് അല്ല, എല്ലാം ആ കളർ. നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പെയിന്റിംഗ് ആണെന്ന്, പക്ഷെ ഇത് പെയിന്റിംഗ് അല്ല. എല്ലാ സ്റ്റോണുകളും ഈ ബ്ലാക്കും ഈ കളറും എല്ലാ സ്റ്റോണുകൾ തന്നെയാണ്. അപ്പൊ മാർബിൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് ഇവര് ഈ തരം സ്റ്റോണുകൾ വെച്ച് കളർ ഉണ്ടാക്കി എടുക്കുക ചെയ്യുന്നത്. പില്ലറിന് ഇവിടെ 4 സൈഡാണ് ഉള്ളത്. പക്ഷെ ഇത് ദൂരെ നോക്കുമ്പോൾ ഈ പില്ലറുകളെല്ലാം 8 സൈഡായിട്ട് കാണുമെന്നാണ് പറയണത്, ഈ ചേട്ടൻ പറയണത്. അത് കാരണം ഇതൊക്കെ ഇതിന്റെ ഡിസൈനിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ് ഈ 8 സൈഡായിട്ട് കാണുന്നത്. ലോകത്തിലെ 7 വണ്ടേഴ്സിൽ ഒന്ന് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷത്തിലുമാണ് ഞാനുള്ളത്. ഈ മേലെ മാത്രമല്ല, ഞാനും അതിന്റെ എക്സൈറ്റ്മെന്റിൽ സന്തോഷത്തിലാണ്. ഈ ബ്ലാക്ക് കളറിലുള്ള ബെൽജിയത്തിൽ നിന്നും എന്താ റെഡ് വൺസ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ചിലിയിൽ നിന്നും ഒക്കെ കൊണ്ടുവന്നേക്കുന്നതാണ് ഈ റെഡ് കളറിൽ കാണുന്ന ഫ്ലവേഴ്സിന്റെ ഡിസൈനിലുള്ള സ്റ്റോൺസ്. ഈ യെല്ലോ കളറിൽ കാണുന്നത് ജയ്സൽമീർ നിന്ന് കൊണ്ടുവന്നേക്കുന്നതാണ്. പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആനയുടെ മേളിലും ഒട്ടകത്തിന്റെ മേളിലും ഒക്കെ ആയിട്ട് ചുമന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ കാണുന്നത് ഫുള്ള്. ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നമ്മളൊരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ താജ്മഹലും പിന്നെ ഷാജഹാൻ പണിയാൻ ഉദ്ദേശിച്ചിരുന്ന ബ്ലാക്ക് താജ്മഹൽ, അതിൻ്റെ ഫൗണ്ടേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങേർക്കത് പണി കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. അയാളുടെ മോൻ പുള്ളിക്കിനെ പിടിച്ച് വീട്ടുകിടങ്ങളിലൊക്കെ ഇട്ട് വെച്ച് കളഞ്ഞ്. അപ്പോൾ അങ്ങനെ അങ്ങേർക്ക് രാജാവാൻ വേണ്ടിയിട്ടുള്ള കള്ളക്കളികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഷാജഹാൻ ബ്ലാക്ക് താജ്മഹൽ എന്ന് പറഞ്ഞ് പണിയാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം. അതിൻ്റെ ഫൗണ്ടേഷൻ ഇവിടെ ഇട്ടിരുന്നു, പക്ഷേ അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല അങ്ങേർക്ക്. അങ്ങേരെ ഇട്ടിരുന്നതാണ് ഇതാ കാണുന്നത്, അവിടെ കാണുന്ന ആഗ്ര ഫോർട്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവിടെയാണ് അങ്ങേരെ കൊണ്ട് ഇട്ടിരുന്നതാണ് പറഞ്ഞത്. അങ്ങ് ദൂരെ അവിടെ കുത്തണ പശുമ്പേം കാണും ചിലപ്പോ. അവക്കടെ ഒരു കോമഡി.